ഹലോ ഹലോ ഹലോ. ചേട്ടാ, ഞാന് ഒരു ജംഗ്ഷനിലെത്തി നിൽക്കുകയാണ്. ഏത് ജംഗ്ഷനിൽ എത്തിയെന്ന്? ഇവിടെ ഒരു കിണറുണ്ട്, പിന്നെ 2 തെങ്ങുണ്ട്, ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. അവിടുന്ന് ഞാൻ തെക്കോട്ട് വരണോ അതോ കിഴക്കോട്ട് വരണോ? നിങ്ങൾ നിൽക്കുന്ന സ്ഥലം കറക്റ്റ് പൊസിഷൻ പറ. അതെ, ഞാനൊരു കിണറിന്റെ അവിടേക്ക് നോക്കി നിൽക്കുകയാണ്. 3 റോഡ് ഉണ്ടാ? 3 റോഡ്. അതെ, 3 റോഡ്. അവിടുന്ന് ഞാൻ ലെഫ്റ്റ് വരണോ അതോ റൈറ്റ് പോണോ? ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞാൽ കിണറിന്റെ നേരെ സൈഡിലല്ലേ? ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ലെഫ്റ്റാ. ശരി ശരി. ചേട്ടാ, ഞാൻ കട്ട് ചെയ്യണില്ല കേട്ടോ. ഇവിടെ ഒരു പിന്നെ വീടിന്റെ പണി നടക്കുന്നുണ്ട്. വീടിന്റെ പണി 2-3 വീടിന്റെ പണിയാണ് നടക്കുന്നത്. നോക്കട്ടെ, നേരെ നടന്നാ മതി. ആണൊരു ഒറ്റക്ക് ഒരു തെങ്ങുണ്ട്. റോഡിന് പുറത്തൊരു തെങ്ങ്. റോഡിന്റെ പുറത്തൊരു തെങ്ങ്. തെങ്ങ് ഇവിടെ പുറത്ത് 1-2 കാണാണ്ട്. ഒന്നില്ല, നിങ്ങൾ ആടെ ഒരു 1.5 ഫർലോങ് മുന്നോട്ട് വാ. ഫർലോങ്ങോ? ഫർലോങ് എന്ന് പറഞ്ഞാ നിങ്ങളെങ്ങനെ PSC റാങ്ക് ലിസ്റ്റ് പെട്ടത്? ഫർലോങ് അറിയില്ല നിങ്ങൾക്ക്? അത് ചേട്ടാ, ആ ചോദ്യം പരീക്ഷിക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടതാ. നിങ്ങളെ വൈറ്റ് പെയിന്റ് അടിച്ച ഒരു വീടുണ്ട്. ഈ വീടല്ലേ? കണ്ട് ഇതാണോ? ഇയാളൊരു വീട് കണ്ടുപിടിക്കാനാവാത്ത ഇയാളെങ്ങനെ PSC എഴുതിട്ട് ജയിച്ചത് നിനക്ക് മനസ്സിലായി? ഇതാ ഇങ്ങോട്ട്. അത് ശരി. കൊറേ ബുദ്ധിമുട്ടിയാ? ഇല്ല, ഞാൻ ആ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞപ്പോ ചെറിയൊരു കൺഫ്യൂഷൻ. അപ്പൊ അത് ഇടത്ത് പോടോ വലത്ത് പോടോ എന്നുള്ളൊരു. ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ കൺഫ്യൂഷന്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഞാൻ ഒരു തെങ്ങ് പറഞ്ഞോ. അതാ നിങ്ങൾ 2-3 തെങ്ങുണ്ട്. പിന്നെ പെയിന്റ് അടിച്ചതിന്റെ ഒരു മിനിറ്റ് റേഞ്ച് കിട്ടുന്നില്ല. റേഞ്ച് കിട്ടുന്നില്ല. ഇത് ഏട് തെറ്റാനില്ല. ജംഗ്ഷൻ കേട്ടോ, 3 റോഡ്, കിണറില്ലേ, പിന്നെ മുന്നോട്ടല്ലേ തോന്നുന്ന പെയിന്റ് അടിച്ചത്. ശരി, ഒന്ന് ഇരിക്ക്. പറഞ്ഞ പൈസ മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടല്ലേ? ബുദ്ധിമുട്ടിയാ? ജീവിതത്തിലൊരു നല്ല കാര്യം നടക്കാൻ പോവല്ലേ. അതെ അതെ. ഒരു ഇത്തിരി ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ലല്ലോ. ഇതെങ്ങനെ സംഘടിപ്പിച്ചു? ഇത് പെങ്ങളുടെ കുറച്ച് സ്വർണ്ണ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തിനായതുകൊണ്ട് പിന്നെ പെങ്ങൾ എതിർപ്പൊന്നും പറഞ്ഞില്ല. പറഞ്ഞത്ര പൈസ ഉണ്ടല്ലോ. പൈസ പറഞ്ഞ 2 ലക്ഷം ഉറുപ്പിക ഉണ്ട്. ലോട്ടറി അടിച്ചല്ല? ലോട്ടറി അടിച്ചു. നിങ്ങൾക്ക് അതെന്ത് വർത്താനം സത്യശീല നീ പറയുന്നത്? ഒരു എയ്ഡഡ് സ്കൂളിന്റെ ടീച്ചറിന്റെ പോസ്റ്റിന് 35 ലക്ഷം ഉറുപ്പിക കൊടുക്കണം. അത് വെറും LP, ഹൈസ്കൂൾ അതിന്റെ മുകളിൽ കൂടും. അറിയോ? ആ കണക്കിന് നോക്കുമ്പോ PSC നിയമനം LD ക്ലർക്കിന്റെ പോസ്റ്റ് സത്യശീലിനി വെറും 2 ലക്ഷം ഉറുപ്പിക്ക് ചില്ലറ കാര്യം അത് ആണാ? രാഘോട്ടാ, ഇതാ വരുന്നേ. ചായ വേണ്ട? വേണം. ചായ വേണ്ട? ചായ വേണം. വേണ്ട, ഞാൻ കുടിച്ചുള്ളൂ. എനക്ക് വേണം. എനക്ക് ഞാൻ കുടിച്ചൂടെ? കുടിക്കാം. രാഘോട്ടാ, ഇതാ വന്നു. ചായ എടുക്കണ്ടേ? രാഘോട്ടാ, ഈ പൈസ ഒന്നും എണ്ണി നോക്കേ. അതെയാ? $2 ലക്ഷം ഉണ്ട്. കണക്കുണ്ടല്ലോ? കണക്കായി. ഇതാ എൻജോയ്. അന്ന് NJD എന്ന് പറഞ്ഞാൽ നോൺ ജോയിനിങ് ഡ്യൂട്ടി. അതായത് നമുക്ക് PSC വഴി ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ആ ജോലി വേണ്ടാന്ന് വെക്കുകയാണെങ്കിലേ, അതായത് ഇപ്പൊ അതിനേക്കാൾ നല്ല വേറൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ ഈ ജോലി വേണ്ടാന്ന് വെക്കാലോ. അപ്പൊ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് നമ്മൾ NJD കൊടുത്തു കഴിഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുകളിലുള്ള ആൾക്ക് വേണമെങ്കിൽ ആ ജോലി കൊടുക്കാം. അപ്പോ ഉദാഹരണത്തിന് ഈ സാറിന്റെ കാര്യം തന്നെ, സാറിന് വേറെ ജോലി കിട്ടിയോണ്ടാണല്ലോ ഇപ്പൊ ഈ ജോലി ഉപേക്ഷിക്കണത്. അപ്പൊ സാറ് NJD തന്നു കഴിഞ്ഞാൽ എനിക്ക് ഇത് അവിടെ കൊണ്ടുകൊടുക്കാം. അപ്പൊ റാങ്ക് ലിസ്റ്റിലെ ഏറ്റവും ടോപ്പിലുള്ളത് ഞാനാണ്, എനിക്ക് ആ ജോലി കിട്ടും. മാത്രല്ല ഇപ്പൊ ഇത് കാലാവധി തീരാൻ പോവാണ്. 30-ാം തീയതി കഴിയുമ്പോഴേക്കും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്നു. എനിക്കാണെങ്കിൽ 10-35 വയസ്സും ആവാറായി. അപ്പൊ ഇനിയിപ്പോ രണ്ടാമതൊരു PSC എഴുതി പാസ്സായി ജോലി കിട്ടുക എന്നുള്ളതൊന്നും ആലോചിക്കാൻ വയ്യല്ലോ. അത് കിട്ടിയ രക്ഷപ്പെട്ടു. അവസാനത്തെ കയ്യാണ്. അങ്ങനെ കിട്ടിയ പൈസ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ചേട്ടന്റെ വീട് എവിടെയാ? എന്റെ വീട് തന്നെ. ഇതാണോ? അപ്പൊ അച്ഛനാണ്. അച്ഛനാണോ? അത് ശരി. പിന്നെ ഏട്ടാന്നാണല്ലോ വിളിച്ചത്. അത് ചെറിയ കഥയാണ്. ചെറുപ്പത്തില് അച്ഛൻ എന്നെ ഏട്ടാന്ന് വിളിക്കാനാ പഠിപ്പിച്ചത്. അത് ശരി. ഇപ്പൊ ആഗ്രഹമുണ്ട് ഞാൻ അച്ഛാന്ന് വിളിക്കണമെന്ന്. ഏട്ടാന്ന് വിളിക്കുന്ന ഒരാൾ അച്ഛാന്ന് വിളിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. ഇല്ല അല്ല രാവട്ടാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി എന്നാല്. ശരിയാ. ശരി ശരി ശരി. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞങ്ങളുടെ മാവേലി തറവാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ താലൂക്കില് അറിയാൻ പാടില്ലായിട്ട് ആരുമില്ല. അതിപ്പോ ഞങ്ങളുടെ തറവാട് ഒട്ടും മോശമല്ല. രാജകൊട്ടാരത്തുനിന്ന് പട്ടും വളയും വാങ്ങിയിട്ടുള്ള തറവാടാണ് ഞങ്ങളുടെ തറവാട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ തറവാടിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ അങ്ങോട്ട് തുറന്നു പറയാ, ഒന്നിനും ഒരു ഒളിവില്ല, നേരെ വാ നേരെ വാ. അതിപ്പോ ഞങ്ങളുടെ തറവാട് അങ്ങനെയാണ്. എന്തിനാണ് ഇപ്പൊ നമ്മൾ മറച്ചു വെക്കുന്നത്? ആരും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ തറവാടും നേരെ വാ നേരെ പോ. പെൺകൊച്ച് എന്റെ മോളായോണ്ട് പറയല്ല. ഉത്തരവാദിത്വം, സത്യസന്ധത, ആത്മാർത്ഥത, കൃത്യനിഷ്ഠ, അർപ്പണബോധം, ഇത് ഈ താലൂക്കിലോ ഈ പഞ്ചായത്തിലോ ഒരു പെൺകുട്ടിക്കും കാണൂല. നിങ്ങൾ ഈ പറഞ്ഞ 5 ഗുണവും ഇവനുണ്ട്. പിന്നെ അവസാനം എന്തോന്ന് പറഞ്ഞല്ലോ? എന്താ അർപ്പണബോധം. അത് ഇവനത്തിരി കൂടുതലും. പിന്നെ കാര്യങ്ങൾ പറയുമ്പോ ഒരു കാര്യം എനിക്ക് അങ്ങോട്ട് നേരിട്ട് പറയാനുള്ളത്. അല്ല, എല്ലാം പറയണം, ഒന്ന് മറച്ചു അങ്ങനെയാണല്ലോ. കാരണം അവർ ഒരുമിച്ച് ജീവിക്കേണ്ടവരാ. എന്റെ മോളെ കള്ളയില്ലാത്ത കുറവ് ഞാൻ അറിയിച്ചിട്ടില്ല. ആ കുറവ് അവിടെ വരുമ്പോഴും അറിയിക്കരുത്. ഇവനാണെങ്കിൽ തന്തയില്ല തള്ളയില്ല. ഉണ്ടായിരുന്നു, മരിച്ചുപോയതാണ്. ഞാൻ ഇവന്റെ ചേച്ചിയെ കല്യാണം കഴിക്കുമ്പോ ഇവൻ കൊച്ചായിട്ട് അന്ന് എന്റെ കൂടെ വന്നതാ. അതിനുശേഷം ഒരു ബുദ്ധിമുട്ടും കൂടാതെയാണ് ഞാൻ അവനെ വളർത്തിയത്. അളിയ വന്ന കാര്യം പറയളിയ. അയ്യോ, ഞാൻ അത് മറന്നു. നമ്മൾ ഈ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടേ ചടങ്ങിലേക്ക് കിടന്നില്ല. കുട്ടീനെ വിളിക്കൂ. നാളെ കാര്യ അത് ഈ പാരമ്പര്യമായിട്ട് ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഒക്കെ നാണോ എവിടെ നല്ല വലിയ നാണക്കാരിയായിരുന്നു. കൈകാലം വിറക്കൊന്നും വേണ്ട. ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കില്ലാന്നേ. പക്ഷെ ഇവിടെ ആ പെണ്ണിന്റെ മുഖത്ത് നോക്കാതിരിക്കരുത്. കൂടെ ജീവിക്കാനുള്ള പെണ്ണ. മോളെ വാ മോളെ. കുട്ടി പോണത് എന്തെങ്കിലും സംസാരിക്കേണ്ടവർക്ക് കുടിക്കാൻ ചായ എടുക്കണ്ടേ? അവള് മാത്രമല്ലേ ഉള്ളൂ. ഒരു കൈ സഹായത്തിന് ആരും ഇല്ലല്ലോ. വരും ഇപ്പൊ എടുക്ക് കഴിക്ക്. ഇതെല്ലാം എന്റെ മോൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാ. ഓ ഇതൊക്കെ പിന്നെ ഇതൊന്നും അല്ല, പലഹാരം ഉണ്ടാക്കാം എവിടെ തള്ള. ഈ അച്ചപ്പൊന്നും ഇങ്ങനെ ഇരിക്കൂല. ഇതിന് നല്ല അച്ചപ്പം. പിന്നെ അവള് പിടിക്കായിരുന്നു മുറുക്കുണ്ടാക്കാൻ. ഈ പരിസരത്തുള്ള ബേക്കറിക്കാർക്കെല്ലാം ഞങ്ങള് ശത്രുക്കളായിരുന്നു. ഇവന്റെ അമ്മയ്ക്ക് അങ്ങനെയാണ്, നല്ല കൈപ്പുണ്യാണ്. അതെന്റെ ഭാര്യക്ക് കിട്ടിയിട്ടുണ്ട്. എടുക്കുമോനെ, ഇതൊക്കെ നല്ല വിഷമില്ലാത്ത സാധനങ്ങളാ. കഴിക്കും. അല്ല, ഇതൊക്കെ ഇവളുണ്ടാക്കിയതാണോ? എല്ലാം അവള് അപ്പൊ സമയം കിട്ടാത്തോണ്ടാ. ഇല്ലെങ്കിൽ അവള് ഈ മേശ നിറയെ ഉണ്ടാക്കി വെച്ചാണ്. അല്ല, എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ? ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ. അല്ല, ഇവർക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ? എന്റെ മോള് പ്രായത്തിന് മുതിർന്ന ആൾക്കാർ ഇരിക്കണമ്പോ ഒരക്ഷരം കമാന്ന് അവള് മിണ്ടൂല. അങ്ങനെ വളർത്തിക്കണേ. എന്നാ പിന്നെ നമുക്ക് രണ്ടാൾക്കാട് പുറത്തേക്ക് അവര് സംസാരിക്കട്ടെ. എന്തിന്? പ്രായമുള്ള ഒരു കൂടെ ഉണ്ടെങ്കിൽ സംസാരിക്കില്ല അവള്. അവള് സംസാരിച്ചോളാം, ഞാൻ പറയണം. സംസാരിച്ചോ. എന്തായാലും ചോദിക്കാണ്ടൊക്കെ ചോദിച്ചോളെ. എന്താ കുട്ടിയുടെ പേരെന്താ? മണ്ടാതിരി. ഇതുവരെ പഠിച്ചു? MSc കണക്ക് അല്ലേ മോളെ? കണക്ക്. നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞ ആ കുട്ടിക്ക് മിണ്ടാറിയോന്ന് ഞങ്ങൾ അറിയണ്ടേ? എന്റെ ഞാനേ ഒരു കാര്യം ചെയ്യും, പകുതി നിങ്ങളെ വാങ്ങി വെച്ചോ, പകുതി ഞാനും അതിനോട് എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കുന്നു. എന്താ പേര്? മണ്ടോദരി. അത് ഞാൻ പറഞ്ഞല്ലോ, മണ്ടോദരി. എന്തൊരു പഠിച്ചു? MSc മാത്സ് കംപ്ലീറ്റ് ചെയ്തു. ഓ, PSC എഴുതാറില്ലേ? ആ, ഇടയ്ക്ക് എഴുതും. പേരെന്താ? പേര് സത്യശീലൻ. പഠിത്തം? MA വരെ പഠിച്ചു. സബ്ജക്ട് ഏതായിരുന്നു? MA ഇംഗ്ലീഷ്. കേരള യൂണിവേഴ്സിറ്റി ആയിരുന്നോ? അല്ല, ഞാൻ അളഗപ്പ യൂണിവേഴ്സിറ്റി. ജോലി ഉടനെ കിട്ടും. അപ്പോയിന്റ്മെന്റ് ഓർഡർ വെയിറ്റ് ചെയ്തിരിക്കുക. അതെ, ഒരുപാട് കല്യാണാലോചനകൾ ശരിയായതാ. സ്വന്തമായിട്ട് ജോലി കിട്ടി ഒറ്റക്കാലിൽ എന്നിട്ട് കെട്ടൂന്ന് ഒരേ നിർബന്ധം. എനിക്കും അതേ നിർബന്ധമായിരുന്നു. ഒരുപാട് ആലോചനകളിലൂടെ വന്നു.
ജോലിയുള്ള ഒരുത്തനെ എന്റെ മോളെ കൊടുക്കുള്ളൂ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കണ്ട അലവലാദികൾക്കൊക്കെ പിടിച്ചു വിടാൻ അവസാനം നമ്മള് കഷ്ടപ്പെടുവേ. നമ്മളങ്ങനെ ജോലി ഇല്ലാണ്ടൊന്നും ഈ പരിപാടിക്ക് നിൽക്കില്ല. ആ. എന്തായാലും ഉടനെ ജോലി കിട്ടും. ആ. അപ്പൊ നമുക്ക് കല്യാണം നടത്താം. ആ. എന്താ തീരുമാനിക്കല്ലേ? എന്താ നീ ഇങ്ങനെ ആയിക്കൊണ്ടിരുന്ന വാ തുറന്ന് അങ്ങോട്ട് പറഞ്ഞേ. ഇഷ്ടായോ ഇല്ലയോ? ഇഷ്ടായെന്ന് പറയേ. ഇതാ പറഞ്ഞില്ലേ, ഒന്നും അങ്ങനെ മിണ്ടത്തില്ല. എന്തെങ്കിലും മിണ്ടണേ ഞാൻ പറയണം. അപ്പൊ അവക്ക് ഇഷ്ടായി. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഓ. കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് ചില കൊടുക്കൽ വാങ്ങലുകൾ നമ്മുടെ തറവാട്ടിൽ പറഞ്ഞിട്ടുള്ളതല്ലല്ലോ. അല്ല, അങ്ങനെയുള്ള തറവാട്ടുകാരായിട്ട് ബന്ധം വെക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ചോദിച്ചെന്നേരം ഞാൻ ആട്ടി ഓടിച്ച് വിടുകയും ചെയ്തു. എന്റെ മോക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും. അതിവിടെ കരുതി വെച്ചിട്ടുണ്ട്. അത് മതി. അപ്പോ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല മുഹൂർത്താരത്ത് ഏതാന്നുള്ളത് നോക്കിയിട്ട് നമ്മളെ കൂടെ കല്യാണം നടത്തും. അങ്ങനെ പോരെ? എന്തത് ഭൂമി കുലുക്കം പോലെ ഉണ്ടല്ലോ. വെറുതെ അല്ല, ഈ മേശന്റെ ഒരു കാലിനെ ചെറിയൊരു വികലാംഗത ഉണ്ട്. ഇതുണ്ടോ, കളിക്കണുണ്ടോ? ഇതിന്റെ പോലെ എഴുത്ത് നടക്കില്ലാന്ന് കൊറേ നേരം ഞാൻ ഇങ്ങനെ ഇതാ പിയുനോട് ഞാൻ പറഞ്ഞതൊന്ന് ശരിയാക്കാൻ മുമ്പ് പറഞ്ഞ ഓനൊന്നും കേട്ടില്ല. ഇത് അളക്കം നിർത്താണ്ട് ഇപ്പൊ എഴുത്ത് നടക്കൂല. ഇതൊന്നും ഇങ്ങോട്ട് വാ, ഒരു കടലാസം കിടക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ തിരികെ വെച്ചു നോക്കാം അടിയിലേ. ഇനിയിപ്പൊ കടലാസ് ഞാൻ തിരഞ്ഞെടുക്കണ്ടേ? കടലാസല്ലേക്ക് കിടക്കണേ. ഇങ്ങോട്ട് വാ. അയ്യോ, അത് ഏതോ പഴയ ആപ്ലിക്കേഷനാ. ആപ്ലിക്കേഷനൊക്കെ ഇനി വരുന്നവര് ഇനിയും എഴുതി തരൂ. ഇങ്ങോട്ട് വാ. എന്നാ അവിടെ ഇരിക്കും. എനിക്ക് ഓരൊക്കെ ചെറിയൊരു പിടുത്തുണ്ട്. അവിടെ ഇരുന്നിട്ട് ഞാൻ അത് പൊതിക്കുമ്പോ അതിനുള്ളിൽ തിരികെ വെച്ചോണ്ടി കേട്ടോ. ഇവിടെ ചോദ്യം. ആ അവിടെ മുട്ടിട്ടിരുന്നോ ശരിക്കും ഇരിക്കേ. അയ്യോ, കേട്ട് അങ്ങനെ ഒന്നുകൂടി മടക്ക്. ആ കടലാസ് ഒന്നുകൂടി മടക്ക്. ഒന്നുകൂടി മടക്കിട്ട് അങ്ങോട്ട് തിരികെക്കോ. എങ്ങനെയാണ് അടക്കടക്ക്? ഞാൻ തന്നെ അടക്കടക്ക് ഞാൻ തന്നെ കുടിയാ. അവിടെ കുറച്ചുകൂടി കൊടുത്തേക്ക്. ഇവിടെ ചോദ്യം. അതന്നെ ഓ, എന്റെ സംഗതി നാശാവും. അങ്ങോട്ട് തള്ളു. അതന്നെ അത് ശരി. ഏത് ശരി? ഇല്ല അത് സാരില്ല. ഏത് സാരില്ലാന്ന്? ഇല്ല ഇല്ല. അല്ല ഞങ്ങള് മേശക്കര ഇളക്കണ്ട്. അത് നിർത്തിയാണ്. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. എന്ത് മനസ്സിലായി പറയണ നിങ്ങള്? അല്ല ഇതിൽ ആരാണ് സൂപ്രണ്ട്? സൂപ്രണ്ട് ആരാന്നൊക്കെ കണ്ടിട്ട് മനസ്സിലാവില്ല. എന്താ നിങ്ങളുടെ നെറ്റിക്ക് എഴുതി വെച്ചിട്ടുണ്ട് ആരാ സൂപ്രണ്ടെന്ന്? നെറ്റിന്റെ മേലെ എഴുതിയില്ല, പുറത്ത് വാതിലിന്റെ മേലെ വെണ്ടക്കച്ചരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. കെ മൊയ്തു സീനിയർ സൂപ്രണ്ട്. ഇത് കെ മൊയ്തു എന്നൊക്കെ എഴുതി വെച്ചേക്കണുണ്ട്. നിങ്ങളിൽ ആരാണ് മൊയ്തു എന്നാ ചോദിച്ചത്. ഇത് നല്ല കൂത്ത്. എടീ പൊട്ടുകുറ്റി പെണ്ണിന് ആരെങ്കിലും മൊയ്തു എന്ന് പേരിടൂ. അത് ശരി, നമ്മളാണ് മൊയ്തു. നീ പറയാനുള്ള പറഞ്ഞോളൂ. ഇയാളെ പോയി കുത്തിരിച്ചു. അതെ സാറേ, ഇത് സുമേഷേട്ടൻ ഞങ്ങളുടെ പാർട്ടി മെമ്പറാണ്. പുള്ളിയുടെ മൂത്ത മകൻ ഈ ഓഫീസിൽ സർവീസിൽ ഇരിക്കെ മരിച്ചുപോയതാണ്. ഇവിടുന്നു? അതെ. ഏത് പോസ്റ്റാണ് സുമേഷേട്ടാ? ലേ സെക്രട്ടറി. ലേ സെക്രട്ടറി പോസ്റ്റിൽ ഇരിക്കെ മരിച്ചതാണ്. അപ്പൊ ഈ ബന്ധുക്കൾ മരിച്ച അവരുടെ ആശ്രിതർക്ക് ജോലി കിട്ടുന്ന സംഭവത്തിന് ഒരു പേരുണ്ടല്ലോ. ആ ജോലിക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഇല്ല, ഇതിന് പേരുണ്ടെന്നേ. ഓ, ഡൈ ഹാർനസ് ആണോ? അത് തന്നെ ആ സംഭവം. ആ സംഭവത്തിൽ ഉൾപ്പെടുത്തി പുള്ളിയുടെ കൊച്ചുമോൾക്ക് ജോലി കിട്ടേണ്ടതാണ്. ഇപ്പൊ അവൾക്ക് 19 വയസ്സ് കഴിഞ്ഞ് ഇതുവരെ അവൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല. അല്ല 19 വയസ്സല്ലായിട്ടുള്ളൂ. കുട്ടി പഠിക്കട്ടെ. അത് വേണ്ട. അത് നിങ്ങൾ ഈ പറഞ്ഞത് ഭരണഘടനാ ലംഘനമാണ്. വെറുതെ പോയി അകത്ത് കിടന്ന് ഉണ്ട തിന്നാൻ ഇടവരണ്ട. ഈ കുട്ടിക്ക് ഇവിടുന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കണം, സർവീസിൽ കയറ്റണം. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ, ആകെയുള്ള ഒഴിവിന്റെ 5% ഈ കമ്പാഷനേറ്റ് ഗ്രൗണ്ട്, അതായത് ഈ പറഞ്ഞ ഡൈ ഹാർനസിൽ നിയമിക്കുക. അതാണ് ചട്ടം. അതിപ്പോഴേ കഴിഞ്ഞ്. സാറേ, ഈ ജോലി കിട്ടിയിട്ട് വേണം എന്റെ കുടുംബം മുന്നോട്ട് പോകാനായിട്ട്. വേറൊരു നിവൃത്തിയില്ലായിട്ടാണ്. നിങ്ങളിങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ വേക്കൻസി വേണ്ടേ? വേക്കൻസി ഇല്ലേ? വേക്കൻസി ഉണ്ടാക്കണം. വേക്കൻസി ഉണ്ടാക്കല് നമ്മുടെ പണിയല്ല. അതിന് PSCനോട് പറയണോ? നിങ്ങളുടെ പണി എന്താന്ന് ഞങ്ങൾ കയറി വന്നപ്പോ ഇവിടെ കണ്ട്. എന്ത് പണി? വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാൻ ഞാൻ പോസ്റ്റർ എഴുതി ഓട്ടിക്കും മുഴുവൻ. സുഹൃത്ത്, നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ്. ഈ മേശക്കൊരു ഇളക്കണ്ട്.
എവിടെ ഇതിനിളക്കൊന്നും ഞങ്ങള് കാണാനില്ലല്ലോ. ആവശ്യമുള്ളപ്പോ തിളക്കണില്ല. കടലാസ് വെച്ചില്ലേ? കടലാസ് തിരികെ, അതുകൊണ്ടാണ് ഇളകാത്തത്. പിന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല മനുഷ്യന്മാരെ. സാറേ ആ നമസ്കാരം സാറേ. ആ നമസ്കാരം. എനിക്ക് അഡ്വൈസ് മെമ്മോ വന്നിട്ട് 4 മാസം ഇതുവരെ അപ്പോയിന്റ്മെന്റ് ഒന്നും നടന്നില്ല സാറേ. ഏതാ പോസ്റ്റ്? പോസ്റ്റ് LDC. ടിസിയിൽ ഇവിടെ വേക്കൻസി ഇല്ലല്ലോ. അല്ല വേക്കൻസി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അഡ്വൈസ് അയച്ചത്? അത് നിങ്ങള് PSC ചോദിക്കേണ്ടി വരും. അല്ല ഇവിടെ വേക്കൻസി ഉണ്ട് എന്നുള്ളത് ഒന്ന് റിപ്പോർട്ട് പോയോണ്ടാണല്ലോ PSC അഡ്വൈസ് അയക്കുന്നത്. അല്ല വേക്കൻസി ഒക്കെ കറക്റ്റാ. പക്ഷെ കമ്പാഷനേറ്റ് ഗ്രൗണ്ടുകാർ മന്ത്രിനെ കണ്ട് സ്പെഷ്യൽ ഓർഡർ മേടിച്ചു വന്നപ്പോ ഓരോ കൊണ്ട് പോസ്റ്റ് ചെയ്തു. സാറേ ഇതൊരു NJD ആണ്. ആ ഇവിടെ ജോലി കിട്ടിയ ഒരാള് ആ ജോലി വേണ്ടാന്ന് കാണിച്ചു തന്നിട്ടുള്ള NJD. ആ അപ്പൊ അടുത്ത ആളുകളാ? അതെ. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാ. അപ്പോയിന്റ്മെന്റ് ഓർഡർ പെരയിലേക്ക് വരൂ. സാറേ ആ. ഇപ്പൊ ഞങ്ങള് പോണ്. ആ വാ സുമേഷ് ചേട്ടാ, അല്ല ഇപ്പൊ എന്റെ കൊച്ചുമോളുടെ കാര്യം ഞാൻ ശരിയാക്കി തരാം. സാറേ സുമേഷ് ചേട്ടൻ വാ, ശരിയാക്കി തരാം. ഭീഷണിയാ സുലോചനെ. ഇത് വേഗം ശരിയായിക്കോളി. നീ അമ്മായിമ്മന്റെ പോലും സീരിയൽ കഥയൊന്നും പറഞ്ഞു നിൽക്കരുത്. വേഗം ശരിയായിക്കോളും. നിങ്ങൾ പോയിക്കോളി. ആ നമ്മളാച്ചോ. ശരി സാർ. ശരി തന്നെ.